കേന്ദ്രം ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണല്ലോ. മുമ്പ് വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. കേരളത്തിന് ഒന്നുമില്ല. അതുപോലെ മുമ്പ് പറഞ്ഞിരുന്ന 10 ലക്ഷം വരെ ആദായ നികുതി ഇളവ് ലഭിക്കുമെന്നാണ്. പക്ഷേ 12 ലക്ഷത്തിന് പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത് മധ്യവർത്തികളെ സഹായിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ മധ്യവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരാണ് മധ്യവർത്തികളെന്ന് പറയുന്നത്. അവർക്ക് മുന്നേയും ടാക്സ് കൊടുക്കേണ്ടില്ല. 3 ലക്ഷം വരെ, പിന്നീട് 5 ലക്ഷം വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. ടാക്സ് കൊടുക്കേണ്ടിയിരുന്നില്ല. അപ്പം മധ്യവർത്തികൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ 5 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർക്കാണ് മെച്ചം. അത് അവർ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവരാണ്. അവർക്ക് 5 ലക്ഷം 10 ലക്ഷമൊക്കെ ബാങ്കിലിടാനുള്ള ശേഷിയുള്ളവർ വളരെ സാമ്പത്തികമായ മുന്നിൽ നിൽക്കുന്നതായിരിക്കും. മധ്യവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണ്, ബാങ്ക് ലോണ്, മറ്റേ ലോണ്, എല്ലാ സാധനങ്ങളും പഠിക്കാൻ ലോണ് ആയിട്ട് നീങ്ങുന്ന ഒരു വിഭാഗത്തെയാണ് മധ്യവർത്തികൾ എന്ന് പറയുന്നത്. അവർക്ക് സഹായമായിട്ടുള്ള ഒന്നുമില്ല ബജറ്റിൽ. അവർക്ക് അവരുടെ മക്കൾക്ക് ജോലി കിട്ടാനുള്ള സംവിധാനമോ അവരുടെ കടം വീട്ടാനുള്ള ഒരു സാമ്പത്തിക സഹായമോ ഒന്നും ബജറ്റിലില്ല. പിന്നെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പിന് മുമ്പുണ്ട് സ്റ്റാർട്ടപ്പായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ പ്രോഡക്റ്റ് വിൽക്കാൻ ചെല്ലുമ്പോൾ നികുതി ഉദ്യോഗസ്ഥർ വന്നിട്ട് ശല്യം ചെയ്യുന്ന അവസ്ഥയാണ്. ഇതാണ് ആദ്യം വരണത്. ഇപ്പോൾ ഏതെങ്കിലും യുവജനങ്ങൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ എവിടെ കൊണ്ടുപോയി വിൽക്കും? അതിനുള്ളൊരു ഇത് ഒരു ഗവൺമെൻറ്റും പറയുന്നില്ല. അത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ വിൽക്കാൻ സമ്മതിക്കുകയോ ചെയ്യുന്നില്ല. അത് ഏതെങ്കിലും ഏജൻറ്റിന് വിറ്റ് സംഘടിപ്പിച്ച് അത് വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബില്ലവിടെ, മറ്റേതവിടെ, ഇതവിടെ എന്ന് പറഞ്ഞ് നികുതി ഉദ്യോഗസ്ഥന്മാർ ശല്യം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അതാണ് ആ യുവാക്കന്മാർ സ്റ്റാർട്ടപ്പിനായിട്ട് ശ്രമിക്കാത്തത്. 5 വർഷത്തേക്കായിരുന്നു മുന്നേ വ്യവസായ വകുപ്പ് നികുതി ഇളവ് കൊടുത്തിരുന്നത്. അതിന് ബില്ലും വേണ്ട, ഒന്നും വേണ്ടായിരുന്നു. പിന്നീട് ഈ നികുതി ഇളവ് എടുത്ത് കളയുകയും സാധനങ്ങൾ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയും യുവാക്കന്മാർക്ക് വന്നു ചേർന്നിരുന്നു. അതിനൊരു പരിഹാരമൊന്നും ബജറ്റിലോ അല്ലെങ്കിൽ അതിലൊന്നും പറയുന്നില്ല. പിന്നെ കർഷകർക്ക് ലോൺ എടുക്കാമെന്നാണ് പറയുന്നത്. കർഷകൻ ലോൺ എടുത്തിട്ട് ഇത് തുടങ്ങി എന്തെങ്കിലും വിള തുടങ്ങി കഴിഞ്ഞ് അതിൻ്റെ ഉൽപ്പന്നം എവിടെ കൊണ്ടുപോയി വിൽക്കും എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. വിൽപ്പന നടത്താനായിട്ട് എന്തെങ്കിലും കേന്ദ്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാർഗം സ്വീകരിക്കുന്ന ഒന്നും ബജറ്റിൽ പറയുന്നില്ല. ലോൺ എടുത്തോണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ ലോൺ എങ്ങനെ തിരിച്ചടയ്ക്കും കർഷകൻ? 5 ലക്ഷം വരെ ഇളവുണ്ടെന്നാണ് പറയുന്നത്. ഈ 5 ലക്ഷം വരെ ഇളവുള്ളത് ഇത് വിൽക്കാനുള്ളൊരു സംവിധാനം കർഷകന് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ അതിൽ എന്താണ് പ്രയോജനമുള്ളത്? അപ്പോൾ മൊത്തത്തിൽ ബജറ്റ് നോക്കുകയാണെങ്കിൽ ഒരു നിരാശാജനകമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ല രീതിയിലുള്ളൊരു ബജറ്റ് എന്നുള്ളത് പറയാനും പറ്റില്ല. ഇപ്പോൾ ലോകമെമ്പാടും ട്രംപ് എന്നുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കണം. ട്രംപ് പല നിയമങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കണം. അതുവഴി ലോകത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കവർ ചെയ്യാനുള്ള ഒരു മെത്തേഡും ബജറ്റിൽ പറയുന്നില്ല. കളിപ്പാട്ട നിർമ്മാണത്തിന് ശ്രമിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ കളിപ്പാട്ട നിർമ്മാണം ആര് തുടങ്ങും? ഗവൺമെൻറ്റാണ് തുടങ്ങണേ അതോ സംരംഭകരാണ് തുടങ്ങണേ എന്നെക്കുറിച്ചൊന്നൊരു വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ബജറ്റിലില്ല. പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ യാതൊരു പുരോഗതി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല.